ഇന്ന് നമ്മൾ നോക്കുന്നത് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈക്വൽ മെട്രിക്സ് 2 1 3 4 എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിനെ ഇവാലുവേറ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. a² - 2a + 3 എന്ന് പറഞ്ഞേ തരൂ. ചില ക്വസ്റ്റ്യനുകളിൽ I2 എന്നോ I എന്നോ ഒക്കെ തരും. I2 എന്ന് പറഞ്ഞ് കാണും കേട്ടോ. I2 എന്ന് പറയാൻ കാരണം ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ടാണ് 2 തന്നിരിക്കുന്നത്. 3/3 മെട്രിക്സ് ആണെങ്കിൽ I3 എന്ന് പറഞ്ഞു തന്നെ. പല ക്വസ്റ്റ്യനിലും അങ്ങനെ കാണില്ല. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇവിടെ ഐ തരത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഐ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏത് ഓർഡറാണോ അവിടെ കൊടുത്തിരിക്കുന്നത് ഐ അത് 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. a² - 2a + 3 എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഓരോന്നിനും ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് വേണ്ടത് a² വേണം, 2 × a വേണം, 3 വേണം. അത് നമ്മൾ a² കാണണം. a² എന്ന് പറഞ്ഞാൽ a × a ആണ്. അതറിയാമല്ലോ. a² എന്ന് പറഞ്ഞാൽ a × a ആണ്. അത് മൾട്ടിപ്ലിക്കേഷൻ a × a ആണ്. ഒരു മെട്രിക്സിനെ അത് വെച്ച് തന്നെ ഇൻറ്റു ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോഡക്റ്റ് എടുക്കാനായിട്ട് a × a. അത് ചെയ്ത് സോൾവ് ചെയ്ത ആ ഫൈനൽ റിസൾട്ടാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. a² കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ a² ആയി. ഇനി 2a വേണം. 2a എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് a മൾട്ടിപ്ലൈ ചെയ്യണം അകത്തോട്ട്. അതുകൊണ്ട് ഇതേപോലെ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് a² ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഒന്നും കൂടെ എടുത്തെഴുതി. a² - 2a + 3 ഈക്വൽ. ഇനി a² പകരം ഈ കണ്ടുപിടിച്ച ആൻസർ എടുത്ത് ഇവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം -2a 2 × a എന്നാണ്. 2 കൊടുത്തിട്ട് a എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെട്രിക്സ് എടുത്തെഴുതി പ്ലസ് 3I2 എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 3I2 എവിടുന്ന് വേറി വന്നു വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു നമ്പർ മാത്രമായിട്ട് നമുക്ക് മെട്രിക്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് I2 എന്ന് പറയുന്ന മെട്രിക്സ് കൊടുക്കുന്നത്. I2 വന്നത് എന്താ കാരണം 2/2 മെട്രിക്സ് ആയതുകൊണ്ടാണ്. എന്നിട്ട് I2ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. I2 മെട്രിക്സ് അറിയാമല്ലോ, 0 1 0 0 1. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഞാൻ ഈ രണ്ട് മെട്രിക്സിനെ സോൾവ് ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ 2 കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 4 വരും, 2 × 1 2 വരും, ഇത് 6 വരും, അത് വരും. എന്നിട്ട് ആ കറസ്പോണ്ടിങ് എലമെൻസിനെ എടുത്ത് കുറച്ച റിസൾട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 3 15 14 13 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പ്ലസ് ഇതെഴുതണം. 3 × I2 എഴുതണം. I2 എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. 3 × I2 എന്നാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 കൊണ്ട് ഇതിനെ എല്ലാത്തിനും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 3 0. ഈ മെട്രിക്സ് അതേപടി താഴ്ത്തി ഇറക്കുക. പ്ലസ് ഇട്ടിട്ട് പിന്നെ 3 1 3 0 3 0 3 × 3 എന്ന് പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ ആഡ് ചെയ്തു. അതാണ് നമ്മുടെ ഈ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ 3/3 മെട്രിക്സ് ഇട്ട് നമുക്ക് ചെയ്യാം.